ആക്സസ് വിത്ത് സ്പീച്ച് എന്ന സെൽഫ് ലേണിംഗ് സീരീസിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നിലധികം ആപ്ലിക്കേഷൻസ് ഒരേ സമയം ഉപയോഗിക്കുക എന്നത് കാഴ്ചവൈകല്യമുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ചില വെല്ലുവിളികൾ ഉയർത്തുന്ന ഒരു സംഗതിയാണ്. എന്നാൽ എങ്ങനെയാണ് ഇന്ന് നാം ആൻഡ്രോയിഡ് 7.0 മുതൽ ഗൂഗിൾ സപ്പോർട്ട് ചെയ്യുന്ന സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് talkBackന്റെ സഹായത്തോടെ ഒന്നിലധികം ആപ്ലിക്കേഷൻസ് ഒരേ ടൈമിൽ നമ്മുടെ സ്ക്രീനിൽ ലോഞ്ച് ചെയ്ത് ഉപയോഗിക്കുന്നത് എന്ന് പരിചയപ്പെടാം. സാധാരണ നമ്മുടെ മൊബൈലുകളിലെല്ലാം ഒരേ സമയം 2 ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാനാണ് സാധിക്കുക. അതുകൊണ്ട് തന്നെ സ്പ്ലിറ്റ് സ്ക്രീനിൽ നാം ഏതെല്ലാം ആപ്ലിക്കേഷൻസ് ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് ആദ്യമേ തീരുമാനിക്കണം. മാത്രവുമല്ല, സ്പ്ലിറ്റ് സ്ക്രീൻ സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് മാത്രമേ ഈ വിധത്തിൽ നമുക്ക് ഒരേ സമയം സ്ക്രീനിൻ്റെ മുകളിലും താഴെയുമായി ലോഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഡെമോൺസ്ട്രേഷനായി ഞാൻ സെലക്ട് ചെയ്യുന്നത് വാട്സ്ആപ്പും അതുപോലെ തന്നെ ജിമെയിലും ആണ്. ഇത്തരത്തിൽ നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഒരേ സമയം 2 ആപ്പുകൾ നമ്മുടെ സ്ക്രീനിൻ്റെ മുകളിലും താഴെയുമായി ലോഞ്ച് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതിന് നാം ആദ്യം ചെയ്യേണ്ടത് ഈ തരത്തിൽ ആഗ്രഹിക്കുന്ന ആപ്ലിക്കേഷൻസിനെ നമ്മളുടെ റീസെൻറ്റ് ആപ്ലിക്കേഷൻസ് മെനുവിലേക്ക് ആഡ് ചെയ്യുക എന്നതാണ്. അത് എങ്ങനെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആപ്പ് ലിസ്റ്റ് എടുത്ത് അതിൽ നിന്നും നാം ഇപ്പോൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാട്സാപ്പും അതുപോലെ തന്നെ ജിമെയിലും തുറന്നതിന് ശേഷം ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് അതിനെ ക്ലോസ് ചെയ്യുക എന്നതാണ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആപ്പ് ലിസ്റ്റ് എടുക്കുകയാണ്. എനിക്ക് ആദ്യമായി വാട്സാപ്പ് ആണ് എടുക്കേണ്ടത്. അതുകൊണ്ട് ആപ്പ് ലിസ്റ്റിൽ ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്ത് എനിക്ക് എടുക്കാം. ഡബിൾ ടാപ്പ് ചെയ്യുകയാണ്. ഇനി ബാക്ക് കൊടുക്കുകയാണ്. വീണ്ടും എവിടെയാണ്? ആപ്പ് ലിസ്റ്റിലാണ് എത്തിയിരിക്കുന്നത്. ഏറ്റവും മുകളിലുള്ള എഡിറ്റ് ബോക്സിൽ ഞാൻ ഡബിൾ ടാപ്പ് ചെയ്യുകയാണ്. പെട്ടെന്ന് ജിമെയിൽ എടുക്കുന്നതിന് വേണ്ടിയാണ്. ആപ്പ് ലിസ്റ്റിന്റെ സെർച്ച് ബോക്സിൽ സെർച്ച് ചെയ്യുകയാണ്. ജിമെയിൽ ഡബിൾ ടാപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ജിമെയിൽ ആപ്ലിക്കേഷനും എൻ്റെ സ്ക്രീനിൽ തുറന്നു വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് അതിനെയും ക്ലോസ് ചെയ്യുകയാണ്. ആപ്പ് ലിസ്റ്റും ക്ലോസ് ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹോം സ്ക്രീനിൻ്റെ ഇടതുവശത്തോ വലതുവശത്തോ ആയി കാണപ്പെടുന്ന ഓവർവ്യൂ ബട്ടൺ ഉപയോഗിക്കുക എന്നതാണ്. ഓവർവ്യൂ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സാധാരണ കിട്ടുക? റീസെൻറ്റ് ആപ്ലിക്കേഷൻസ് ലിസ്റ്റാണ് കിട്ടുക. അപ്പോൾ ആൻഡ്രോയിഡ് 9.0 മുതൽ ചില മൊബൈലുകളിൽ ഓവർവ്യൂ ബട്ടൺ ഡിസ്പ്ലേ ചെയ്യാറില്ല. അത്തരം കേസിൽ നിങ്ങൾ ഹോം കീയിൽ 2 വിരൽ കൊണ്ട് അപ്പ് സ്വൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് റീസെൻറ്റ് ആപ്ലിക്കേഷൻസ് മെനു കിട്ടുന്നതായിരിക്കും. ഞാൻ ഹോം സ്ക്രീനിൽ നിന്നും അപ്പ് സ്വൈപ്പ് ചെയ്യുകയാണ്. WhatsApp 17 of 17 enlisted 7
വാട്സാപ്പ് ആണ് എനിക്ക് ആദ്യം തുറക്കേണ്ട ആപ്ലിക്കേഷൻ. ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്ത് ഞാൻ അതിനെ കണ്ടെത്തുകയാണ്. ഇനി ഈ വാട്സാപ്പിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡബിൾ ടാപ്പ് നിങ്ങൾ ചെയ്യരുത്. അവിടെ ഒരു ചെറിയ ടോക്ക് ബാക്ക് ജസ്റ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോക്കസ് എന്ത് ചെയ്യണം, വാട്സാപ്പിൽ കൊണ്ടുവച്ചതിന് ശേഷം ലോക്കൽ കോണ്ടെക്സ്റ്റ് മെനു എടുക്കാനുള്ള ടോക്ക് ബാക്ക് ജസ്റ്റർ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ലോക്കൽ കോണ്ടെക്സ്റ്റ് മെനു കൊടുക്കാനുള്ള ടോക്ക് ബാക്ക് ജസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? സ്വൈപ്പ് അപ്പ് ദെൻ റൈറ്റ് എന്നതാണ് ഡിഫോൾട്ട് ജസ്റ്റർ. ഞാൻ ഇവിടെ സ്വൈപ്പ് അപ്പ് ദെൻ റൈറ്റ് എന്ന് കൊടുക്കുമ്പോൾ ഒരു ലോക്കൽ കോണ്ടെക്സ്റ്റ് മെനു വരും. ആ കോണ്ടെക്സ്റ്റ് മെനുവിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയുമാണ് വേണ്ടത്. Touch the screen and explore in the Actions menu. Navigation menu. Actions menu. Navigation menu. Actions menu. ആക്ഷൻസ് മെനു സെലക്ട് ചെയ്യുന്നു. Cancel. Close. App info. Split screen. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുന്നു. WhatsApp on top. Overview on bottom. Phone 15 of 16. ടോക്ക് ബാക്ക് അനൗൺസ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. വാട്സാപ്പ് ഓൺ ടോപ്പ്, ഓവർവ്യൂ ഓൺ ബോട്ടം. ഇനി നാം എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നമ്മുടെ സ്ക്രീൻ രണ്ട് ഭാഗങ്ങളായി, മുകളിലും താഴെയും രണ്ട് ചതുരങ്ങളായി തിരിയുകയും അതിൻ്റെ നടുക്ക് ഒരു ബ്ലാക്ക് ബാർ വരികയും ചെയ്തിട്ടുണ്ട്. ഈ ബാറിനെ സ്പ്ലിറ്റ് സ്ക്രീൻ ഡിവൈഡർ എന്നാണ് പറയുക. ഈ ഡിവൈഡർ നിങ്ങൾക്ക് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് ഒരു വിരൽ കൊണ്ട് സാവധാനത്തിൽ ഡ്രാഗ് ചെയ്താൽ മതിയാവും. Split screen settings text dash to dash speech settings. Split screen divider out of list. സ്പ്ലിറ്റ് സ്ക്രീൻ ഡിവൈഡർ കിട്ടിയില്ലേ? ഇതിനകത്ത് അടിയിൽ വരുന്ന ഓവർവ്യൂവിൽ നിന്നും Settings text dash to dash phone ലെഫ്റ്റ് 15 ടു of റൈറ്റ് 16. സ്വൈപ്പ് ചെയ്ത് ജിമെയിൽ സെലക്ട് ചെയ്യുക. Get Studio YouTube. Call recorder. Settings app info. Google Play Store. YouTube 10 of NVPN. File manager. And settings app. Call Get Studio. Phone. Settings. Gmail 17 of 16. അവിടെ ഡബിൾ ടാപ്പ് ചെയ്താൽ മതിയാവും. ആദ്യത്തെ ആപ്ലിക്കേഷനാണ് നാം എന്ത് ചെയ്യേണ്ടത്? സ്പ്ലിറ്റ് സ്ക്രീൻ, ലോക്കൽ കോണ്ടെക്സ്റ്റ് മെനുവിൽ നിന്ന് സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. എന്നാൽ അതേസമയം രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്താൽ മതിയാകും. WhatsApp on top. Inbox on bottom. Search in emails. Edit box. Inbox. എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? വീണ്ടും പഴയ അനൗൺസ്മെൻറ്റ് വന്നു. വാട്സാപ്പ് ഓൺ ടോപ്പ്, ഇൻബോക്സ് ഓൺ ബോട്ടം. ഇൻബോക്സ് എന്ന് പറയുന്നത് എൻ്റെ ജിമെയിൽ ആപ്ലിക്കേഷനാണ്. പിന്നെ എന്ത് പറഞ്ഞു? എവിടെയാണ് അതിൻ്റെ ഫോക്കസ് എന്ന് അനൗൺസ് ചെയ്തു. സെർച്ച് ബോക്സ്, ഇൻബോക്സ്. അത് എൻ്റെ ഇൻബോക്സിലെ സെർച്ച് ബോക്സിലാണ് കറണ്ട് ഫോക്കസ്. നമുക്കപ്പോൾ ഈ ഇൻബോക്സിൽ എന്തെല്ലാം മെയിലുകളാണ് വന്നിട്ടുള്ളതെന്ന് എങ്ങനെ നോക്കാം? ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്ത് നോക്കാം. Open navigation. Compose. Signed in the sub. Inbox. Enlisted. Unread YouTube. Technical Guruji just uploaded a video. Unread SBI card. Manage your SBI credit card account service. Unread Geogit Financial. Rasari Biotech Limited IPO opens today. Apply through Unread SBI. Unread YouTube. Technical Guruji just uploaded a video. Technical Guruji has uploaded this tab. വേണ്ടാത്തതാണ്. അതുകൊണ്ട് അതൊരു യൂട്യൂബ് ചാനലിൽ എന്താ പറയുക, അപ്ലോഡ് ചെയ്യപ്പെടുന്ന മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. Actions menu. ലോക്കൽ കോണ്ടെക്സ്റ്റ് മെനു എടുക്കുന്നു. അതിൽ നിന്നും ആക്ഷൻസ് മെനു സെലക്ട് ചെയ്യുന്നു. Add star. Archive. Deleted. ഡിലീറ്റ് കിട്ടി. One deleted. WhatsApp on top. Email on bottom. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇതേ സമയം തന്നെ മുകളിൽ എൻ്റെ വാട്സാപ്പ് റൺ ചെയ്യുന്നുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. Status out of list. Personal yesterday. Helium 10:32 p.m. Tanya 0:24 60 star KFB star friends 10:19 p.m. KFB friends നമുക്ക് ജസ്റ്റ് തുറന്നു നോക്കാം ആ ഗ്രൂപ്പ്. WhatsApp on top. Email on bottom. 261 unread message plus highly forwarded. Plus 9199 ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്യുകയാണ്. Download. Sebastin plus 90 play but 0% voice message split screen divider type of message edit box ഒരു വോയിസ് നോട്ട് നമുക്ക് KFB ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കാം. attach camera voice note recorder. Good night my dear friends. Search in emails edit box WhatsApp on top inbox on bottom type of message edit 0% 0 play button. നമുക്കതൊന്ന് കേട്ടു നോക്കാം.
96%. Play button. 0% play button. പ്ലേ ബട്ടൺ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടോ താൽക്കാലികമായിട്ട് എന്തോ എറർ കാണിക്കുന്നുണ്ട്, അത് പ്ലേ ആകുന്നില്ല. എന്തായാലും നമുക്ക് ആവശ്യമില്ലാത്ത ആ മെസ്സേജ് ആ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇതേ സമയം അടിയിൽ എൻ്റെ എന്താ പറയുക, നമ്മളുടെ ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ജിമെയിൽ. Unread SBI card. Unread Geogen Financial. Unread Geogen Research Desk. Unread Flipkart. Insurance for COVID-19 on Flipkart. Secure your health during these times. Gift voucher MK. Q. Voice message. 3 seconds. Play. But Q. Voice message. 3 seconds. ഇത് ഡബിൾ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്തിരിക്കുന്നു ആ വോയിസ് മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. Forward. Out of list. Share. Deleted. Delete message. Cancel. Delete for everyone. Button. WhatsApp on top. Email on bottom. Navigate up. WhatsApp. ഇപ്പോൾ എങ്ങനെയാണ് രണ്ട് ആപ്ലിക്കേഷനെ ഒരേ സമയം ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ സ്ക്രീനിലേക്ക് ഇമെയിൽ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തുകൊണ്ട് മൊത്തത്തിൽ വാട്സാപ്പിനെ കൊണ്ടുവരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഞാൻ മുകളിൽ നിന്ന് അടിയിലേക്ക് ഒരു ഫിംഗർ കൊണ്ട് ഡ്രാഗ് ചെയ്ത് സ്പ്ലിറ്റ് സ്ക്രീൻ ഡിവൈഡറിൽ എത്തുക. സ്പ്ലിറ്റ് സ്ക്രീൻ ഡിവൈഡറിൽ എത്തിയതിന് ശേഷം ഡബിൾ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നിങ്ങൾ മുകളിലേക്കാണ് സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റുന്നു? മുകളിലുള്ള വാട്സാപ്പ് ക്ലോസ് ആയി പോവുകയും ജിമെയിൽ ഫുൾ സ്ക്രീൻ ആവുകയും ചെയ്യുന്നു. നിങ്ങൾ താഴോട്ടാണ് സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നു? താഴെയുള്ള ഇൻബോക്സ് അല്ലെങ്കിൽ ജിമെയിൽ ക്ലോസ് ആയി പോവുകയും വാട്സാപ്പ് ഫുൾ സ്ക്രീനായി മാറുകയും ചെയ്യുന്നു. ഈ ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അതോടൊപ്പം ഈ വീഡിയോയെ ലൈക്ക് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുക. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ വാട്സാപ്പ് ഫുൾ സ്ക്രീനാക്കി എൻ്റെ ജിമെയിൽ എന്ന ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. മുകളിൽ നിന്ന് അടിയിലേക്ക് സിംഗിൾ ഫിംഗർ കൊണ്ട് ഡ്രാഗ് ചെയ്ത് വരികയാണ്. സ്പ്ലിറ്റ് സ്ക്രീൻ ഡിവൈഡറിലെത്തി ഡബിൾ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് താഴോട്ട് വലിക്കുകയാണ്. വാട്സാപ്പ് KFB ഫ്രണ്ട്സ് എന്ന ബാക്ക് ചെയ്യുന്നു. WhatsApp back. Home screen 3 of 3. Apps list.